കലോത്സവം എന്ന് പറയുമ്പോൾ സംഘനൃത്തത്തിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും കണ്ണിനും കാതിനും ഒക്കെ കുളിർമയേകുന്ന ഒരു ഇനമാണ് ഈ ഒരു സംഘനൃത്തം എന്ന് പറയുന്നത്. അതിൽ അവരിങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പം അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത്. പഴുവിൽ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിലെ കുട്ടികളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? കൊള്ളായിരുന്നു. ഈ സംഘനൃത്തം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. വയ്യാണ്ടായോ? UP വിഭാഗത്തിൽ സംഘനൃത്തം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ നാളായോ? അപ്പോൾ എത്ര നാളത്തെ പ്രാക്ടീസിന്റെ ഒരു എഫേർട്ടൊക്കെ നമ്മൾ ഇന്നിവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിസൾട്ടിനായിട്ട് എന്താ തോന്നുന്നത്? നന്നായി കളിച്ചു, നല്ല റിസൾട്ട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? മുൻപ് പോയിട്ടുണ്ടോ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ? ആദ്യമായിട്ടാണോ? കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. പോയവരും പോവാത്തവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ആ ഒരു സമാധാനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡാൻസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് കേട്ടോ. എന്നാലും ചെറിയൊരു പോർഷൻ റെഡിയാണോ? ഓക്കെ. നിങ്ങൾക്ക് പാട്ടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ? എല്ലാവരും നല്ല രസമായിട്ട് അത്രയും പെർഫെക്ഷൻ ആയിട്ട് എല്ലാവരും ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് കളിച്ചു, പാട്ടൊന്നും ഇല്ലാതെ തന്നെ. അപ്പുറത്ത് നമ്മളെ പെർഫോമൻസ് അവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു പാട്ടുണ്ട്. അതുപോലെ ആ ഒരു പാട്ട് വെക്കാനുള്ളൊരു സാങ്കേതിക തടസ്സം ഉള്ളത് കൊണ്ടാണ് പാട്ടില്ലാതെയും ഞങ്ങൾ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു പെർഫോമൻസ് കണ്ടേ. പാട്ടില്ലാതെ തന്നെ എന്ത് രസമായിട്ടാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ കളിച്ചത്. ഇത്രയും എനർജറ്റിക് ആയിട്ട് എത്ര മിനിറ്റാണ് വരിക ഒരു സംഘനൃത്തം? 10 മിനിറ്റ് ഇത്രയും എഫേർട്ട് ഇട്ട് അത്രയും എനർജറ്റിക് ആയിട്ട് കളിച്ചിട്ട് ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ്, ആലസ്യത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇനി അവരെ നമുക്ക് കൂടുതൽ നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും റെസ്റ്റ് ചെയ്തോളൂ. ഇനി റിസൾട്ടൊക്കെ വന്നിട്ടല്ലേ പോവുള്ളൂ? റിസൾട്ട് അറിഞ്ഞിട്ട് വേണം പോകാനല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.